അങ്ങനെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം 6 മണിക്കാണ് ടിബ്ലിസി എത്തിയത്. സിം കാർഡ് എടുത്ത് ടാക്സി ബുക്കാക്കി ആദ്യം ഞങ്ങൾ പോയത് എയർബിഎമ്മിലേക്കാണ്. ഞങ്ങൾ സിറ്റിയിൽ തന്നെയാണ് ബുക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് ടിബ്ലിസി സിറ്റി എത്തിയപ്പോൾ ഫുൾ ഒരു വിൻറ്റേജ് വൈബായിട്ടാണ് നമുക്ക് തോന്നിയത്. പഴയ ബിൽഡിങ്സും നല്ല കയറ്റം ഇറക്കമുള്ള റോഡ്സും ശരിക്കും ഒരു ഭയങ്കര പെർഫെക്റ്റ് വിൻറ്റേജ് സിറ്റി. പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാരും. ചില ബിൽഡിങ്സ് ഒക്കെ കണ്ടപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കണേന്ന് ഞാൻ നന്നായിട്ട് ആലോചിച്ചു. അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്സിനും ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അല്ല, അങ്ങനെ ഒരു ബാൽക്കണി കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റൂമും ബുക്കാക്കിയത്. ഏകദേശം അങ്ങോട്ട് എത്താറായപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ടെൻഷൻ അടിച്ചത് വെറുതെ ആയില്ല. നല്ലോണം സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നമുക്ക് കയറാൻ. സ്റ്റെപ്സ് കയറുന്നത് ഒരു വലിയ കാര്യമല്ല, പക്ഷേ ഇത്ര ലഗേജ് കൊണ്ട് കയറുന്നത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ വിചാരിച്ച പോലെ റൂം നല്ല തന്നെയാണ്. പക്ഷേ ഒരു 3 പെട്ടിയും 2 ബാഗും എല്ലാം കൂടെ വലിച്ചു കയറ്റി വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. മെയിനായിട്ട് 3 കാര്യമാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബേസിക്കായിട്ട് നല്ല വൃത്തിയുള്ളൊരു മുറി. പിന്നെ ഷാലുവിന് നിർബന്ധമായിട്ടൊരു ബാൽക്കണി വേണം. 3ാമത്തെ കാര്യം, കുറേയൊക്കെ അട്രാക്ഷൻസ് സിറ്റിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ സിറ്റിയിൽ തന്നെ റൂം എടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് നടന്നു പോയി എല്ലാം കണ്ടുവരാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. ഇതിലേറ്റവും വിറ്റെന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അത്രയും സ്റ്റെപ്സ് കയറി ഒറ്റയ്ക്കാവുന്നു. ഇവിടേക്ക് കയറി അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതും അത്രയ്ക്കധികം ലഗേജും. അന്ന് പിന്നെ കാര്യമായിട്ട് ഞങ്ങൾക്ക് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നടക്കുക, എന്തെങ്കിലും കഴിക്കുക, തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ നടന്നപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ഫൗണ്ടനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് സിറ്റിയൊക്കെ ഒന്ന് നല്ലോണം ആസ്വദിച്ച്, പിന്നെ ഷവർമ റോൾ എന്ന് പറയപ്പെടുന്ന ഒരു ഐറ്റം നമ്മൾ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നു. ഹലോ ഗായ്സ്, അങ്ങനെ ഡേ 1 ഇൻ ജോർജിയാണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചത്. ഇപ്പൊ സമയം എത്ര വെച്ചാലും 12 ഇനി ഇന്ന് ഫുൾ നമ്മൾ ടിബ്ലിസി കറങ്ങാന്നാണ് നമ്മുടെ പ്ലാൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. നമ്മൾ ഇന്നലെ വന്ന വഴി കാണിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഫുള്ള് ഇതാക്കിയിട്ട് ഇവിടെ നിന്ന് ഫുള്ള് കയറി ഇവിടേക്ക് കയറിയിട്ട് ഇവിടെ വരെ എത്തി. അതൊരു ഞങ്ങൾക്കൊരു 2 വലിയ ഇതുണ്ടായിരുന്നു, പെട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. പിന്നെ 2 ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇത്രയും കയറി. എയർബിഎൻബി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പുറത്തുള്ള സംഭവങ്ങൾ കാണാത്ത കാരണം കുഴപ്പമില്ല. പക്ഷെ റൂം അടിപൊളിയാണ്. റൂം ഇപ്പം കാണിച്ചിടാൻ പറ്റില്ല, കാരണം നമ്മൾ എല്ലാം നമ്മളുടെ കൈക്കലാക്കിയിരിക്കുകയാണ്. ഇനിയെന്താ, ഇനി നമ്മൾ ഫുള്ളൊന്ന് ടിബ്ലിസി. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങാൻ റെഡി ആയിട്ട് ഓക്കെ അല്ലേ? സെറ്റ്. ഇവിടെ ഒരു ഡോഗുണ്ട്. എനിക്ക് അവനെ പേടിയാണ്. അവിടെ തന്നെ ഇരിക്കുകയാണോ? ചാടി അറ്റാക്ക് ചെയ്തവൻ. ബാക്കിലുണ്ടോ? നീ അതിനെ നോക്കാനിട്ടുണ്ടോ? അയ്യോ, ഡോഗ് അത് ഞങ്ങളുടെ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങണ വരെ വന്നു. അതിന് എന്നോടെന്തോ എന്നോടെന്തോ ഭയങ്കര സ്നേഹം തോന്നുന്നു. എന്നെ ലക്കിയുടെ ഒരു ധൈര്യത്തിലാണ്. അതായത് ലക്കി ഉണ്ടെന്നല്ല, ലക്കി ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. ലക്കീനെ കണ്ടൊരു പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് നല്ല അതിസാഹസികമായി പുറത്തിറങ്ങി. സോറി, ഞങ്ങളല്ല, ഞാൻ മാത്രം. ഷാലുവിന് ഒട്ടും പേടില്ലാത്തൊരു ഐറ്റാണ് ഡോഗ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ട്രീറ്റിലേക്ക്, നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. നമ്മളുടെ ആദ്യത്തെ ഉദ്ദേശം പൈസ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡോളേഴ്സ് കൊടുത്ത് നമ്മൾ ജോർജിയൻ ലാരി എടുത്തു.
ഗൂഗിളിൽ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഓക്കെ ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ കയറി എടുക്കുകയാണ് ചെയ്യാറ്. ക്യാഷ് എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ആദ്യം ഫുൾ നടന്നു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 1 മണി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടാക്സി എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കാൻ തീരുമാനിച്ചു. ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ ടാക്സി അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ അധികം പ്രാവശ്യം ടാക്സിയിൽ പോയിട്ടുമില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഡേ തൊട്ട് കാർ റെന്റിന് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. നമ്മൾ ഓൾറെഡി അത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനത്തെത്തി, മെറ്റക്കി ചർച്ച്. ഈ മെറ്റക്കി ചർച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ അപ്പം ഞങ്ങൾക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് കാര്യമായിട്ട് കൂടുതലൊന്നും അറിയില്ല. പിന്നീട് വന്നിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നോക്കിയത്. മെക്കരി റിവറിന്റെ മേലെ ഒരു ക്ലിഫിലാണ് ഈ ചർച്ച് ഉള്ളത്. 5th സെഞ്ചുറിയിലെ രാജാവായ വക്താങ് ഗോർഗസാലിയാണ് ഈ ചർച്ച് പണിതത്. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ചർച്ച് ഒരു 13th സെഞ്ചുറിയിൽ വീണ്ടും പണിതതാണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ കൂടുതൽ ഹിസ്റ്ററി ക്ലാസ് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഈ ക്ലിഫിൽ നിന്ന് കാണുന്ന വ്യൂ അത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ഈ ടിബ്ലിസി സിറ്റി ഫുള്ള് കാണാൻ പറ്റും. എന്തായാലും അവിടെ കുറച്ചു നേരം ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോയത്. You pay for both station, maybe card, maybe cash, my friend. Which one? Okay, please. Yeah, minimal price. ഞങ്ങള് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സിറ്റി ടൂർ ബോട്ട് ടൂർ അല്ലേ, ബോട്ട് ടൂറിന് നമ്മൾ പോവാണ്. ഇനി അത് നോക്കാം. ഈ ബോട്ട് ടൂർ ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അതൊരു പീസ്ഫുൾ ട്രിപ്പ് ആയിരുന്നു. മസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയും. ഈ ട്രിപ്പിലും ഞങ്ങൾക്ക് ഇനി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ പഴയ ബിൽഡിങ്സ് മാത്രമല്ല, കുറേ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും ടിബ്ലിസിയിലുണ്ട്. ഈ കാണുന്നത് പബ്ലിക് സർവീസ് ഹാളാണ്. ഇനി നെക്സ്റ്റ് കാണുന്ന ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. നമ്മുടെ ഓൾഡ് ടിബ്ലിസിനും മോഡേൺ പാർട്ട് ഓഫ് ടിബ്ലിസിനും കണക്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഫുഡ് അടിക്കുക എന്നുള്ളതായിരുന്നു. നമ്മളൊരു ട്രഡീഷണൽ ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നമ്മൾ ചിക്കൻ ഓജാക്കൂരി, കിൻകാലി ഇങ്ങനെയുള്ള 2 ഐറ്റമാണ് ഓർഡർ ആക്കിയത്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ കണ്ട് കണ്ട് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം കേബിൾ കാറാണ്. അതായത് നല്ലൊരു ബിസി സിറ്റി, അതിൻ്റെ നടുവിക്കൂടി മേലെ കൂടെ അങ്ങനെ പോവാം. അതും സൺസെറ്റ് ആവാറായി. അതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ട്. അത് ശരിക്കും എൻജോയ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ കയറി മുകളിൽ പോയാൽ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു കാണാം. അങ്ങനെ അതും കണ്ട് കേബിൾ കാറിൽ തന്നെ തിരിച്ചിറങ്ങി നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് ഓഫ് പീസ് ക്രോസ് ചെയ്ത് ഓൾഡ് ടിബ്ലിസി പോകാനായിരുന്നു ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. കൃത്യം 7 മണിക്ക് ഒരു പപ്പറ്റ് ഷോ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. ടാക്സിയും കേബിൾ കാറും ബോട്ടും എല്ലാം കഴിഞ്ഞ് പിന്നങ്ങോട്ട് നടത്തം തന്നെയായിരുന്നു. നടന്ന് കുറച്ചധികം നടന്നിട്ടുണ്ട്. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രീറ്റിൽ വന്ന് അങ്ങനെ ഇരിപ്പായി. നമ്മൾ കുറേ ഷോപ്പിൽ കുറേ വൈനും പിന്നെ ഈ കാണുന്നൊരു സ്വീറ്റ്, ഇതിൻ്റെ പേരാണ് ചുർച്ചുലെ, ഇതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും ജോർജിയൻ തന്നെ ക്യൂസിൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കച്ചാപൂരി പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് റൂമിലെത്തിയത്.
കച്ചാപൂരി. കാര്യം ഇത് ഞങ്ങൾ ആദ്യം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീടാണ് വീഡിയോയിലൊക്കെ നോക്കി ശാലു കണ്ടുപിടിച്ചത് ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടതെന്ന്. പിന്നെ ഇത് അന്ന് എൻ്റെ ചെറിയൊരു പിറന്നാളായിരുന്നു.